കേരളത്തിൽ കഥകളി പഠനത്തിന് മാത്രമായി നിലനിൽക്കുന്ന ഏക സ്ഥാപനമായ ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിലെ ജീവനക്കാർ അനിശ്ചിതകാല സമരം തുടങ്ങി. മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ആരംഭിച്ച സമരം മുനിസിപ്പൽ ചെയർമാൻ എം പി ജാക്സൺ സമരപ്രഖ്യാപനവും ഉദ്ഘാടനവും നിർവഹിച്ചു. DCC ജനറൽ സെക്രട്ടറി MS അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കലാനിലയം രാഘവൻ, കലാനിലയം പരമേശ്വരൻ, പെരുവനം കുട്ടന്മാരാർ, വാര്യർ സമാജം AC സുരേഷ്, അപ്പുമാഷ്, TK ഗോപിനാഥൻ, രാജലക്ഷ്മി കുറുമാത്ത്, സന്തോഷ് ബോബൻ, വെട്ടിക്കര രാധാകൃഷ്ണൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. 1997 വരെ LP സ്കൂളിന്റെ പരിഗണനയിൽ എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭിച്ചിരുന്നതായി ജീവനക്കാർ പറയുന്നു. പിന്നീട് ശമ്പളം പോലും കൃത്യമായി കിട്ടാത്തതുകൊണ്ട് പലരും ബുദ്ധിമുട്ടിലാണ്. 10 വർഷമായി മന്ത്രിമാരുടെ ഓഫീസുകളിലും മറ്റും ഇവർ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് മറ്റു മാർഗമില്ലാത്തതിനാലാണ് അനിശ്ചിതകാല സമരത്തിനൊരുങ്ങുന്നതെന്ന് കലാനിലയം സ്റ്റാഫ് യൂണിയൻ നേതാക്കൾ അറിയിച്ചു. മുഴുവൻ ആളുകളും തന്നെ ഇരിങ്ങാലക്കുട പുറത്തുനിന്ന് ഇരിങ്ങാലക്കുടയിൽ വന്ന് അതൊരു ജോലിയുടെ മാത്രം ഭാഗമായിട്ട് വന്നതായിരിക്കില്ല. എന്നൊക്കെ തന്നെ അറിയപ്പെടും. അടുത്ത ശിവദാസിന്റെ പുരസ്കാരത്തിനെ കുറിച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ ആളുകളും തന്നെ ഈ കലാരംഗത്ത് ഏറ്റവും പ്രസിദ്ധി അല്ലെങ്കിൽ പ്രശസ്തി കൈപ്പറ്റാൻ സാധിച്ചിട്ടുള്ള ഒരു മാതൃകാ അധ്യാപകർ എന്ന് വേണമെങ്കിൽ അവരെ വിശേഷിപ്പിക്കാം. അപ്പൊ അങ്ങനെയുള്ള അധ്യാപകരുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അവാർഡ് നേടിയിട്ടുള്ള ആളാണ് നമ്മുടെ കലാനിലയത്തിന്റെ ചെയർമാൻ, പ്രസിഡന്റ്. കേന്ദ്ര സർക്കാരിന്റെ മാതൃകാ അധ്യാപകനുള്ള അധ്യാപക അവാർഡ് വാങ്ങിയിട്ടുള്ള ഒരു പ്രസിഡന്റ് ഇതിന്റെ ചുമതലക്കാരനായിട്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെ ഈ പാവപ്പെട്ട അധ്യാപകരുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ പോലും അവർ നൽകില്ല എന്ന് പറയുന്നതിന്റെ നീതി എന്താണ് എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല.